ബരടുക്ക പഞ്ചായത്തിലും കാസർഗോഡ് താലൂക്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ വളർച്ചയിൽ അവിസ്മരണീയമായ പങ്കുവഹിച്ച അധികാരികളുടെയും ഗുണ്ടകളുടെയും മർദ്ദനങ്ങൾക്ക് നിരവധി തവണ വിധേയനായ, ക്രൂരമായ വേട്ടയാടപ്പെടലുകൾക്ക് വിധേയനായ നമ്മുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിലാണ് ടി.ടിയുടെ സ്ഥാനം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ത്യാഗോജ്വലമായ ആ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അറിഞ്ഞും കണ്ടും കേട്ടും ഒക്കെ വളർന്നു വന്നവരാണ് ബരടുക്കയിലെ പഴയതും പുതിയതുമായ നമ്മുടെ തലമുറ. ആ പോരാട്ടത്തിൻ്റെ അനുഭവങ്ങളാണ് ജില്ലയിലെ ഏറ്റവും കരുത്തുള്ള പാർട്ടിയായി ബരടുക്കത്തെ പാർട്ടിയെ മാറ്റുന്നതിൽ അതിനിർണായകമായ പങ്കുവഹിച്ചു. അതിശക്തമായ കടന്നാക്രമണങ്ങൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടം മുതൽ ഈ മേഖലയിലെ പാർട്ടി പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും നിരന്തരമായി അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ ഒട്ടും പതറിപ്പോകാതെ ത്യാഗങ്ങൾ സഹിച്ച് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ സഖാക്കളുടെ ഓർമ്മകൾ തന്നെയാണ് ഇപ്പോഴും നമ്മളെ നയിക്കുന്നത്. അവരുടെ ത്യാഗത്തിൻ്റെയും ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെയും സമാനതകളില്ലാത്ത സാമൂഹ്യ ഇടപെടലുകളുടെയും ഉൽപ്പന്നമാണ് നമ്മുടെ പാർട്ടി എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ടി ഉൾപ്പെടെയുള്ള മൺമറഞ്ഞുപോയ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറിയയിലെ സഖാക്കൾക്ക് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ആദരാഞ്ജലി. ടിയുടെ ചരമദിനാചരണം കടന്നു വരുമ്പോൾ ടിയെ പോലെ ഈ പാർട്ടി കെട്ടിപ്പടുക്കാൻ ത്യാഗോജ്വലമായി പ്രവർത്തിച്ച നിരവധി നേതാക്കന്മാരുടെ ഓർമ്മകൾ ഇരമ്പിയെത്തും. ഏറ്റവും അവസാനത്തെ നമ്മൾ വിട്ടുപിരിഞ്ഞ ഏറ്റവും ആദരണീയനായ നമ്മുടെ നേതാവാണ് സൗദി രാഘവൻ. ഈ സഖാക്കളിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ട് ഈ പഞ്ചായത്തിലെ പാർട്ടിയെ ഏറ്റവും ഉജ്ജ്വലമായി മുന്നോട്ടേക്ക് നയിച്ച് സമാനതകളില്ലാത്ത വിധം മുന്നോട്ടേക്ക് വരാൻ നമ്മുടെ പാർട്ടിയെ സഹായിച്ച, നമ്മുടെ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാര് സഹിച്ച ത്യാഗത്തിന്റെ വളരെ ചെറിയൊരു അംശം പോലും ഇന്ന് നമുക്ക് സഹിക്കേണ്ടി വരുന്നില്ല. ആ നിലയിൽ വളർന്നു വന്ന പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. എന്നാൽ ഈ പാർട്ടിയെ ഏതെല്ലാം നിലയിൽ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കാൻ സാധിക്കുമോ, സംഘടനാപരമായതിന്റെ കരുത്തും ശേഷിയും എങ്ങനെ ദുർബലമാക്കാൻ സാധിക്കുമോ, ആ നിലയിലെല്ലാം ദുർബലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു കൂട്ടായ്മ രാജ്യവ്യാപകമായും കേരളത്തിലും തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം നമ്മുടെ പാർട്ടിയുടെ കൂടെ അതിനെ നയിച്ച് ഇപ്പോൾ നിൽക്കുന്നത്. പഴയ കാലത്തുള്ളതുപോലെയല്ല. നമ്മുടെ പാർട്ടി നേതൃത്വത്തെ ഓരോ നിലവാരത്തിലുമുള്ള അതിന്റെ ചുമതലക്കാരെ ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്താൻ സാധിക്കുമോ ആ വിധത്തിലെല്ലാം ഇകഴ്ത്തി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നമ്മുടെ പാർട്ടി സ്വാധീനം ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, അതുപോലെ തന്നെ അവർക്ക് എല്ലാ നിലയിലും ഒത്താശ ചെയ്തു കൊടുക്കുന്ന മാധ്യമ സംവിധാനവും എല്ലാം കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിൽ CPIM-നെയാണ്, നമ്മുടെ പാർട്ടിയെ തന്നെയാണ്. രാജ്യവ്യാപകമായി ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ, ആ നിലപാടുകൾ രാജ്യത്തിനകത്തെ ബൂർഷ്വാ ഭരണവർഗ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ തലവേദനയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്ത് ഇല്ലാതാക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനം CPIM-ആണ്, ഇടതുപക്ഷമാണ് എന്ന ചിന്ത കൃത്യമായി അവർക്കുണ്ട്. ആ ചിന്തയോടെയാണ് CPIM-നെ ഇല്ലാതാക്കാൻ ഇന്ത്യ രാജ്യത്തിനകത്ത് BJPയും കോൺഗ്രസും മാധ്യമങ്ങളും എല്ലാം ചേർന്നുകൊണ്ടുള്ള അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് ഈ കഴിഞ്ഞ 1-2 പതിറ്റാണ്ട് കാലമായിട്ട് നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യം ഏറ്റവും അപകടകരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും ജനാധിപത്യവും എല്ലാം അപകടത്തിലാവുകയും രാജ്യത്തെ ജനങ്ങൾക്ക് ഐക്യത്തോടെ സൗഹൃദത്തോടെ ജീവിച്ചു മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം സംജാതമാവുകയും എല്ലാം ചെയ്ത ഘട്ടമാണ്. അത്തരം അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, രാജ്യത്തിന്റെ ഭരണകൂട സംവിധാനം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ ഭരണ സംവിധാനത്തെ ഇല്ലാതാക്കുക,
പകരം ഈ രാജ്യം ഒരു മതരാഷ്ട്രമാക്കി രൂപപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ആ മതരാഷ്ട്ര രൂപീകരണ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്ത് മുന്നോട്ടേക്ക് പോകുന്ന വർഗീയ തീവ്രവാദ ആശയങ്ങളെ ചെറുക്കാൻ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ ആശയങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വലിയ നിലയിൽ പരിശ്രമിച്ചിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സന്ദർഭോചിതമായി ഇടപെടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകാതിരിക്കുമ്പോൾ, സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്തെ അനുഭവങ്ങളെ മുന്നിൽ നിർത്തി രാജ്യത്തിന്റെ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. അത് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് രാജ്യവ്യാപകമായി വലിയ കടന്നാക്രമണങ്ങൾക്ക് അവർ കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കുന്നത്. പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും ഇടതുപക്ഷം തോറ്റപ്പോൾ ഇടതുപക്ഷത്തിന്റെ രാജ്യത്തിലെ ശക്തി കേന്ദ്രങ്ങളിൽ അവസാനത്തേത് കേരളം, അതും കൂടെ വീണാൽ ഇന്ത്യയിൽ CPIM-ന് ചരമക്കുറിപ്പ് എഴുതാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരാണ്. അവർ മറന്നു പോകുന്ന കാര്യം, CPIM എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം നിൽക്കുന്നത് ഈ രാജ്യത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തൊട്ട് പാർലമെന്റ് വരെയുള്ള ജനാധിപത്യ സംവിധാനത്തിനകത്ത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ട് ഈ രാജ്യത്തിനകത്ത് ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലിത്. CPIM-ന്റെ പരിപാടി അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. CPIM ഇന്ത്യ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന ജന്മിനാട് വാഴിത്യ വ്യവസ്ഥയുടെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ നികൃഷ്ടമായ ചൂഷണത്തിന് വിധേയമാകുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യ രാജ്യത്തിനകത്തെ സാധാരണ ജനങ്ങളെ കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ ഇത് കാണുകയാണ്. ഈ കേരളത്തിനകത്ത് ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപം കൊണ്ടതിന് ശേഷം ഇങ്ങോളമുള്ള കാലയളവ് നിങ്ങൾ എടുത്തു പരിശോധിച്ചോളൂ. എത്രയെത്ര സഖാക്കളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നിരുന്നവർ, അതിനെ നയിക്കാൻ മുൻകൈയെടുത്ത് മുന്നോട്ടേക്ക് വന്നിരുന്ന ആളുകൾ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. ആ അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും എല്ലാം എടുത്തു പരിശോധിച്ചാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ കേരളത്തിനകത്ത് ഏറ്റവും അധികം നേതാക്കളെയും അതുപോലെ തന്നെ ഏറ്റവും അധികം സഖാക്കളെയും നഷ്ടപ്പെട്ടത് നമ്മുടെ പാർട്ടിക്കാണ്. നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തത്രയും സഖാക്കൾ ഈ കേരളത്തിനകത്ത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കൊല ചെയ്യപ്പെടുകയോ മരിച്ചു പോകുകയോ ചെയ്തിട്ടുണ്ടോ? കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റായിരുന്ന സുധാകരൻ പറഞ്ഞല്ലോ, ധീരജ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി മരിച്ചപ്പോ SFI-കാരുടെ DYFI-കാരുടെ കടാരക്കുത്തേറ്റിട്ടുണ്ട് 100-ലേറെ KSU-വിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും മരിച്ചിട്ടുണ്ട് എന്ന് KPCCയുടെ പ്രസിഡന്റ് ഒരു പ്രസംഗമധ്യേ വാർത്താ സമ്മേളനത്തിൽ മധ്യ പറയാണ്. ആ കുട്ടിയെ അതിക്രൂരമായി വധിച്ച ക്രിമിനലുകളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ചേർത്ത് നിർത്തിയിട്ട് ഇത് എന്റെ കുട്ടികളാണ്, അവർക്ക് ആവശ്യമായുള്ള എല്ലാ സംരക്ഷണവും ഞാൻ നൽകും എന്ന് പരസ്യമായി പറയുമ്പോഴും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരായിട്ട് നടന്ന ആ വേട്ടക്കെതിരായിട്ട് ഒരു വരി എഴുതാൻ ഈ രാജ്യത്തിനകത്ത് ഏതെങ്കിലും മാധ്യമം മുന്നോട്ടേക്ക് വന്നു? നമ്മുടെ നാട്ടിൽ എത്രയെത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായി. ആ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒന്നും ഘട്ടത്തിൽ അവരുടെ അമ്മമാരുടെ കണ്ണീര് കാണാനോ അവരുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഓർക്കാനോ അവർ നേരിടുന്ന പ്രയാസകരമായ സാഹചര്യങ്ങളെ പൊലിപ്പിച്ചെഴുതാനോ ഒരു മാതൃഭൂമിയും ഒരു മനോരമയും ഒരു മാധ്യമവും മുന്നോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. എന്നാൽ ചെറുത്തുനിൽപ്പിന്റെയും ഒരു രക്ഷയുമില്ല എന്ന ഘട്ടം വരുമ്പോഴുണ്ടാകുന്ന പ്രതിരോധത്തിന്റെയും എല്ലാം ഭാഗമായിട്ട് അങ്ങേ ഭാഗത്ത് നിൽക്കുന്നവരാരെങ്കിലും വീണുപോയാൽ പിന്നീട് കഥകളുടെ ഒരു വലിയ ഘോഷയാത്രയാണ്. അതിനെന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കും. ഏതെല്ലാം വിധത്തിലുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിലും അവർ മുന്നോട്ടേക്ക് പോകും. അങ്ങനെ പാർട്ടിയുടെ എത്രയെത്ര നേതാക്കന്മാരാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് പോലും ഇല്ലാത്ത നിരവധി ആളുകൾ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഈ ഇത്തരം കേസുകളുടെ ഭാഗമായി കിടക്കുന്നുണ്ട്. 2 കൊലക്കേസിലെ പ്രതിയാണ് സഹോദരൻ ജയരാജേട്ടൻ. 2 കൊലക്കേസിലെ പ്രതി. ഏതെങ്കിലും ഒരു സംഭവത്തിൽ ആ സഖാവ് നേരിട്ട് പങ്കെടുത്തതിനോട് തെളിവുമില്ല. ഒരു നിലയിലും അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി സാധിക്കുന്ന, ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാക്ഷിമൊഴിയുമില്ല. പ്രതിയേർക്കുകയാണ്, നിരന്തരമായി വേട്ടയാടുകയാണ്.
ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് TV രാജേഷ്, ഇപ്പോഴത്തെ പയ്യന്നൂർ MLA സഖാവ് TI മധുസൂദനൻ, എത്ര പാർട്ടി നേതാക്കന്മാരാണ് ഈ നിലയിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയത്? ചില കേസിന്റെ വിചാരണകൾ നടന്നു വരുന്നു, ചില കേസിന്റെ വിചാരണകൾ പൂർത്തിയായി. പാർട്ടി നേതാക്കന്മാരാണെങ്കിൽ ആ പാർട്ടി നേതാക്കന്മാരെ നിരന്തരമായി വേട്ടയാടി തളർത്താൻ ആവശ്യമായിട്ട് സംവിധാനം ഉണ്ടാക്കാൻ ഈ മാധ്യമ സംവിധാനങ്ങളെല്ലാം കാണിക്കുന്ന വ്യഗ്രതയും താല്പര്യവും, അതിന്റെ അടിസ്ഥാനം ഒന്നേ ഉള്ളൂ: CPIM-ന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ ആത്മാർത്ഥമായി ആർജവത്തോടെ പ്രവർത്തന രംഗത്ത് തുടരാൻ ആവശ്യമായിട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൂടാ. അതിനവരെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് എന്തും എഴുതി പിടിപ്പിക്കാൻ ഒരു മനസാക്ഷിക്കൊത്തുമില്ലാത്ത നിലയിലേക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് മാധ്യമങ്ങൾ മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇരട്ട കൊലപാതകം കേരളത്തിനകത്ത് ആദ്യത്തേതാണ്. CPIM-ന്റെ ഭാഗമായി നിൽക്കുന്ന എത്ര സഖാക്കളെ ഇവർ ഒന്നിച്ചു കൊന്നിട്ടുണ്ട്? ഏറ്റവും അവസാനം നടത്തുന്ന കൊലപാതകങ്ങളിൽ നിന്നാണ് ഹക്കിന്റെയും മിഥിലാജിന്റെയും വധം. ആ ഹക്കിന്റെയും മിഥിലാജിന്റെയും വധമായി ബന്ധപ്പെട്ട് പോലും ഈ പറയുന്ന പെരിയ സംഭവത്തിന്റെയൊക്കെ ഭാഗമായിട്ട് എഴുതി പിടിപ്പിച്ചതുപോലെ, കൊലിപ്പിച്ചതുപോലെ എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടോ? റിജിത്ത് വധക്കേസിന്റെ വിധി വന്നല്ലോ 2 ആഴ്ച മുമ്പ്. ശിക്ഷിക്കപ്പെട്ടവർ മുഴുവൻ RSSകാരാണ്. നാദാപുരത്തുണ്ടായിരുന്ന കൊലപാതകത്തിൽ ഹൈക്കോടതി, കീഴ്ക്കോടതി വെറുതെ വിട്ട മുഴുവൻ പ്രതികളെയും ശിക്ഷിച്ചു. പ്രതികളെല്ലാം മുസ്ലിം ലീഗിന്റെ ആളുകളാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും BJP-യുടെയും RSSന്റെയും ഭാഗമായി നിൽക്കുന്ന കൊലയാളികൾ ശിക്ഷിക്കപ്പെട്ടാൽ ഒരാഘോഷവുമില്ല, ഒരു വാർത്തയുമില്ല. അതൊക്കെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങും. എന്നാൽ കൊല ചെയ്യപ്പെട്ട കോൺഗ്രസുകാരനോ BJP-കാരനോ അതുപോലെ തന്നെ മറ്റാരെങ്കിലുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ വിധി പുറത്തു വന്നാൽ ആ കേസിലെ ശിക്ഷ എത്ര ചെറുതാണെങ്കിലും അവരെ കൊലയാളികളായി ചിത്രീകരിച്ചുകൊണ്ട് എഴുതി പിടിപ്പിക്കാൻ എന്തെങ്കിലും മനസാക്ഷിക്കൊത്ത് ഈ മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 5-6 കൊല്ലമായി ഏതൊക്കെ വിധത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ പാർട്ടിയെ ഈ പെരിയ സംഭവത്തിന്റെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം തരത്തിലുള്ള പ്രചാരവേലകളാണ് അതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്? പെരിയയിലുണ്ടായിട്ടുള്ള സംഭവം നമുക്കാർക്കും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന നിലയിൽ തന്നെയാണ് പാർട്ടി അതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ സംഭവത്തെ ന്യായീകരിക്കാനോ ആ സംഭവത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനോ പാർട്ടി മുന്നോട്ടേക്ക് വന്നിട്ടില്ല. വളരെ കൃത്യമായ നിലപാട് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CPIM ആദ്യഘട്ടം മുതൽ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് CBI അന്വേഷിച്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ അഡീഷണൽ ആയി കൂട്ടിച്ചേർത്ത 10 പ്രതികളിൽ എത്ര പേരെയാണ് ശിക്ഷിക്കാൻ വേണ്ടി സാധിച്ചത്? ഒരൊറ്റ ഒരാളെയാണ്. ഞങ്ങളെ ശിക്ഷിച്ചതിൽ വലിയ കാര്യമൊന്നുമില്ലാന്ന് ഞങ്ങൾക്ക് ഹൈക്കോടതി ജാമ്യം തന്നപ്പോൾ മനസ്സിലായല്ലോ. ഒരാളെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയ പ്രതികൾക്കപ്പുറത്ത് ഒരാളെ ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തെളിവും കണ്ടെത്താൻ കൊടിവെച്ച CBI-ക്ക് ഈ കാസർഗോഡ് ജില്ലയിലെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയും ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവല്ലേ അത്? CBI കേസ് അന്വേഷിച്ചപ്പോൾ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയും ഇല്ല. വലിയ ആലോചനയുടെ ഭാഗമായി സംഭവിച്ച ഒരു സംഗതി അല്ല. ചെറുപ്പക്കാരുടെ 2 സെറ്റ് തമ്മിലുണ്ടായിരുന്നൊരു വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെയും വിരോധത്തിന്റെയും അടിസ്ഥാനത്തിൽ സംഭവിച്ചൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ആ നിലയിലാണ് കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി സമർത്ഥമായി അന്വേഷിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിയത്. CBI വന്നപ്പോഴാണല്ലോ ഞങ്ങളെയൊക്കെ പ്രതിയാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി. ഈ ഹൈക്കോടതിയുടെ വിധി വരുന്നത് വരെ നിങ്ങളെല്ലാം കരുതിയിട്ടുണ്ടാവുക വെറുതെ അങ്ങനെ ചോദിച്ചിട്ട് പറയും, വെറുതെ പറയോ അല്ലെങ്കിൽ വെറുതെ കേസിൽ പ്രതിയാക്കും എന്നൊക്കെ ചോദിച്ച ചില ആളുകളുണ്ട്. അവർ വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്താ? പോലീസ് സ്റ്റേഷനിൽ പോയി KV കുഞ്ഞിരാമനും മണികണ്ഠനും രാഘവൻ കൊളുത്തോളിയും ഭാസ്കരും എല്ലാം ചേർന്നിട്ട് ആ കേസിലെ 2ാം പ്രതിയെ മോചിപ്പിച്ചു കൊണ്ടുവന്നു. ഇതാണ് വ്യാപകമായി നാട്ടിലാകെ പ്രചരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കള്ളങ്ങളിലൊന്ന്. ആ കേസിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ഞങ്ങളെ പ്രതിയാക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു. അതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പ്രതിയെ
പ്രതിയാക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത തീരുമാനം CBI കോടതി തന്നെ തള്ളിക്കളഞ്ഞില്ല. രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ഞാനും മണിയും ഉൾപ്പെടെയുള്ള ഒരാൾക്കും പങ്കില്ല എന്ന നിലയിൽ തന്നെയാണ് കേസിന്റെ വിധി വന്നത്. അപ്പൊ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു, ഞങ്ങളെ തളക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക, അതിനാവശ്യമായിട്ടുള്ള കഥകളും അതുപോലെ തന്നെ മൊഴികളും വളരെ കൃത്യമായി സംഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമം അവർ നടത്തി. ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായില്ല കേട്ടോ. ഈ പ്രതിയെ മോചിപ്പിച്ചെന്ന് പറയുന്നൊരു സംഭവം തന്നെ ഉണ്ടായില്ല. നിരവധി സഖാക്കൾ ജയിലിൽ കിടക്കുന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആവശ്യമായിട്ടൊരു പരിമിതി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കേസിൽ ഒരു പ്രതിയാണ് എന്നുള്ളതുകൊണ്ട് അപ്പൊ ഞാനതിന്റെ കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. CPIM-ന്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം ഗൂഢാലോചന നടത്തിയ കൊലപാതകമാണ് ഈ രണ്ട് ചെറുപ്പക്കാരുടെ കൊലപാതകം എന്നുള്ളത് CBI കോടതി തന്നെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് CPIM-ന്റെ ശരിയായ രാഷ്ട്രീയ നിലപാടിന്റെ അംഗീകാരം. അങ്ങനെ ഒരു ആലോചനയുടെയോ ബോധപൂർവമായി ഇല്ലാതാക്കണം എന്ന ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു സംഭവമല്ല. ഈ പ്രതിചേർക്കപ്പെട്ട പീതാംബരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വർഷങ്ങളായി നിരന്തരമായി അവരുടെ ആക്രമണങ്ങൾക്ക്, വേട്ടയാടലുകൾക്ക് വിധേയമായി കൊണ്ടിരുന്ന ആളുകളാണ്. ആളമുട്ടിയാൽ ചേരയും കടിക്കുന്ന ഒരു ചൊല്ലില്ലേ നമ്മുടെ നാട്ടിൽ? അത്തരമൊരു സാഹചര്യത്തിൽ ദൗർഭാഗ്യകരമായി സംഭവിച്ച ഒരു സംഗതിയാണ്. ആ സംഭവത്തിന്റെ പേരിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടിയെ, കേരളത്തിലെ പാർട്ടിയെ നിരന്തരമായി വേട്ടയാടാൻ ആവശ്യമായിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് മാധ്യമങ്ങളെല്ലാം ചേർന്ന് നമ്മുടെ പാർട്ടിക്കെതിരായിട്ട് വലിയ പ്രചാര വേലകൾ സംഘടിപ്പിക്കാൻ മുന്നോട്ടേക്ക് പോകുന്നു. എന്തൊക്കെ കഥകളാണ് എഴുതി പിടിപ്പിച്ചത്? ആ കേസിന്റെ വിചാരണ 2022 ഫെബ്രുവരി മാസം 2-ാം തീയതി തുടങ്ങിയതാണ്. 2024 ഡിസംബർ മാസം 28-ാം തീയതിയാണ് കേസിന്റെ വിധി വരുന്നത്. ആ വിചാരണ വേളയിൽ കൃത്യമായി വിചാരണക്ക് ഹാജരായ ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കെതിരെയുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതികളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. ഞങ്ങളെ ശിക്ഷിക്കാൻ ഉള്ളതിനേക്കാളും ഞങ്ങളെ വെറുതെ വിടാൻ ആവശ്യമായിട്ടുള്ള നിരവധി തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ശിക്ഷിക്കപ്പെടുമ്പോഴും ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിനകത്ത് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ഒരു വല്ലാത്ത തിളപ്പിന്റെ ദിവസങ്ങളായിരുന്നു. എന്തൊക്കെ ചോദ്യങ്ങളാണ്! ആ ചോദ്യങ്ങളിൽ ഒന്നിനോട് പോലും ഞങ്ങൾ ആ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ജാമ്യം കിട്ടിയതിന് ശേഷമാണ് ആ കേസിൽ ഞാൻ എന്റേതായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ വിചാരണ കോടതിയുടെ ശിക്ഷ എന്തായാലും അതിന് മുകളിലിരിക്കുന്ന കോടതികൾക്ക് ഈ പറയുന്ന താല്പര്യങ്ങളില്ലാത്തത് കൊണ്ട് വസ്തുനിഷ്ഠമായി തെളിവുകൾ പരിശോധിക്കപ്പെടുമെന്നും ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമായുള്ള സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ആ ഘട്ടങ്ങളിലെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ തയ്യാറാകാത്ത നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആദ്യത്തെ കടമ്പയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയോടുകൂടിയിട്ട് ഞങ്ങൾക്ക് കടക്കാനാണ്. വളരെ കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെയൊക്കെ അപ്പീൽ അപേക്ഷകൾ സമർപ്പിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഏതറ്റം വരെയും പോകും എന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷിന്റെ നിലപാടിനെ, പാർട്ടിയുടെ നിലപാടിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ആത്മവിശ്വാസത്തോടെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനും ഈ പാർട്ടിയെ ഈ കൊലയാളികൾക്ക് കൊത്തിവലിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാൻ അനുവദിക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ പാർട്ടിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയിലേക്ക് ഒരു വിധി നേടിയെടുക്കാൻ